അങ്ങനെ നമ്മൾ നടന്ന് തൃപ്പരപ്പ് വാട്ടർഫാൾസിൻ്റെ ഏതാണ്ട് മുന്നിൽ എത്തിക്കഴിഞ്ഞു. ഒച്ചയും വെള്ളമൊക്കെ കേട്ട് തുടങ്ങിയില്ലേ വാട്ടർഫാൾസിൻ്റെ. സാധാരണ വാട്ടർഫാൾസ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായ വെള്ളച്ചാട്ടമാണ്. അതിൻ്റെ ഇത്ര അടുത്തൊന്നും വന്ന് നമ്മൾക്ക് നിൽക്കാൻ സാധിക്കില്ല. പക്ഷേ തൃപ്പരപ്പിലെ ഈ വാട്ടർഫാൾസിൻ്റെ വളരെ അടുത്ത് തന്നെ എനിക്ക് എത്താൻ സാധിച്ചു എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പ്രത്യേക എൻക്ലോഷറുണ്ട്. ഒരു പക്ഷേ നമുക്ക് ഫാൾസിൻ്റെ അടിയിൽ നിന്ന് കുളിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ മുഴുവൻ ആണുങ്ങളുടെ ഏരിയയാണ്. സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഈ ഭാഗത്തായിട്ടാണ് സ്ഥലം ഒരുക്കിയിരിക്കുന്നത്. ഞാനെന്തായാലും വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിലേക്കൊന്നും പോണില്ല, കുളിക്കാനൊന്നും പ്ലാനില്ല. പക്ഷെ നോക്കൂ, ഭയങ്കര രസമല്ലേ ആ ഫാൾസിലെ വെള്ളം ഇങ്ങനെ മുഖത്തേക്ക് ഇങ്ങനെ തെറിക്കുന്ന ആ സുഖകരമായൊരു അനുഭവം. ഇവിടെ സാധാരണഗതിയിൽ ടൂറിസ്റ്റുകൾ ധാരാളമായിട്ട് വരുന്നൊരു സ്ഥലമാണ്. മാത്രമല്ല ഭയങ്കര തിക്കും തിരക്കുമാണ്. ഈ സമയം ഞാനിപ്പോൾ രാവിലെ എത്തിയിരിക്കുവാണ്. വലിയ തിക്കും തിരക്കൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് വളരെ സമാധാനപരമായിട്ട് നമുക്ക് ഈ വാട്ടർഫാൾസ് ആസ്വദിക്കാം. വരാൻ പറ്റിയ ഏറ്റവും നല്ല സീസണാണ് ഇതെന്ന് തോന്നുന്നു. കാര്യം നമ്മളിപ്പോൾ ഒരു റെയിനി സീസൺ കഴിഞ്ഞ് നിൽക്കുകയാണ്. കാലവർഷത്തിൻ്റെ അവസാന ഭാഗം, ഇടയ്ക്കിടയ്ക്കുള്ള മഴ. നോക്കൂ, ആ വെള്ളം ശുദ്ധമായ വെള്ളം, നല്ല നിറച്ച വെള്ളമുള്ളൊരു സമയമാണ്. വാട്ടർഫാൾസ് എന്ന് പറഞ്ഞാൽ ഇത്രയ്ക്ക് നല്ല കുത്തൊഴുക്കുണ്ടെങ്കിൽ അതിനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഏതാണ്ട് ഞാൻ വാട്ടർഫാൾസിൻ്റെ അടിയിലേക്ക് പോയി കുളിക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഏതാണ്ട് കുളിച്ചതുപോലെ എൻ്റെ മുഖം മുഴുവൻ വെള്ളമായി കഴിഞ്ഞു. അതിങ്ങനെ ശരിക്കും നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ നന്നായിട്ട് സ്പ്രിങ്കിൾ ചെയ്യുന്നുണ്ട് മുഖത്തേക്ക് ആ വാട്ടർഫാൾസ്. തെറിച്ച് ദേഹം മുഴുവൻ വെള്ളമായി തുടങ്ങി. ആൾക്കാർ എൻജോയ് ചെയ്യുന്ന കാഴ്ച നോക്കുക. ഭയങ്കരമായിട്ട് എനിക്ക് സത്യത്തിൽ ഈ വെള്ളത്തിൻ്റെ താഴെ പോയി നിന്നിട്ട് ഇത് ആസ്വദിക്കാൻ തോന്നുന്നുണ്ട്. പക്ഷേ നമ്മൾക്കത് പറ്റില്ലല്ലോ, യാത്ര തുടരണ്ടേ. അതുകൊണ്ട് നമ്മുടെ തൃപ്പരപ്പ് വാട്ടർഫാൾസിൻ്റെ ഭംഗി ഇവിടെ നിന്ന് ആസ്വദിക്കാം. ഏതാണ്ട് അടുത്ത് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. കണ്ണു കേൾക്കുള്ളൂ, എന്താ ഭംഗിയില്ലേ. തൃപ്പരപ്പ് വാട്ടർഫാൾസിൽ നിന്നുള്ള വെള്ളത്തിൻ്റെ കുറച്ച് ഓവർഫ്ലോ ആണ്. ഈ ഭാഗത്തെല്ലാം ഇങ്ങനെ വെള്ളമുണ്ട്. ഞാൻ ഏതാണ്ട് മഴയത്ത് നിന്ന് നനഞ്ഞ് കുളിച്ച് വരുന്ന ഒരു മാതൃകയായിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ വരുമ്പോൾ നമ്മുടെ രാജഭരണകാലമൊക്കെയാണ് ഓർമ്മ വേണ്ടത്. ട്രാവൻകൂർ കിങ്ഡം ഉണ്ടായിരുന്ന സ്ഥലം, മഹാരാജാക്കന്മാരുടെ ഭരണകാലം. അപ്പോൾ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്നു ഇവിടുത്തെ ഈ കക്കലയുടെ ഈ ഭാഗമെല്ലാം. ആ സമയത്തൊക്കെ നോക്കൂ, ഇവിടെ കൽമണ്ഡപമൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഈ തൃപ്പരപ്പ് വാട്ടർഫാൾസ് എല്ലാം ആ സമയത്ത് ഒരു പ്രധാന പോയിൻ്റായിരുന്നു. കൽമണ്ഡപം, പിന്നെ ഈ ഒരു രീതിയിൽ ഇവിടെ എല്ലാം ഇങ്ങനെ വാട്ടർഫാൾസ് വന്നിട്ട് ഇങ്ങനെ വെള്ളക്കെട്ടും പാറക്കെട്ടുകളും ഒക്കെ ആയിട്ട് ശരിക്കും ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ സ്പോട്ട്. ഒരു പക്ഷേ ട്രിവാൻഡ്രത്തിന് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ്, ഒരു ടൂറിസ്റ്റ് ഏരിയയാണ് ഈ തൃപ്പരപ്പ് ഫാൾസ്. ഇപ്പോൾ തിരക്ക് കുറവാണ്, രാവിലെ സമയമാണ്. ഇച്ചിരൂടെ കഴിയട്ടെ, നല്ല തിരക്കാകും. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അവധി ദിവസങ്ങളിൽ സാറ്റർഡേ സൺഡേസൊക്കെ വന്നാൽ നല്ല തിരക്കാണ്. പക്ഷെ മനോഹരമായ സ്ഥലമാണ് അല്ലേ. ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് നോക്കും, എന്താ ഭംഗി. നിറച്ച് വലിയൊരു വാട്ടർഫാൾസ്. അതിലിങ്ങനെ വളരെ സേഫായിട്ട് നമ്മൾക്ക് ആ വെള്ളച്ചാട്ടത്തിൽ കുളിക്കാൻ പറ്റിയത് സ്ഥലം.
അങ്ങനെ മനോഹരമായ ഒരു വാട്ടർഫാൾസിൻ്റെ ഭംഗി ആസ്വദിച്ച് കഴിഞ്ഞു. ഏതാണ്ട് കുളിച്ച് കയറിയെന്ന് തന്നെ പറയാം. നമുക്ക് യാത്ര തുടരാം. അതുകൊണ്ട് ഈ മനോഹരമായ കാഴ്ചകളിൽ നിന്നും താൽക്കാലികമായി ഒരു വിട പറയും. യാത്ര